കുറച്ച് നാളായിട്ട് ട്രൈ ചെയ്യണമെന്ന് വെച്ചിട്ട് മാറ്റി വെച്ചൊരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ട്. അത് ഞാനിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ. കിഡിലൻ സംഭവമാണ്. ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വേണം. ഇത് നമുക്ക് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് 250 ഗ്രാം ചിക്കൻ ചെറിയ പീസസ് ആക്കിയിട്ട് എടുത്തിട്ട് മാറ്റി വെക്കണം. ഇനി ചെറിയൊരു തേങ്ങ എടുക്കുക. അരമുറി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചുട്ടെടുക്കണം. അടുപ്പുണ്ടെങ്കിൽ അടുപ്പിൽ ചുടുന്ന കേട്ടോ ഏറ്റവും നല്ലത്. ഇതിങ്ങനെ ഒന്നൊരു 3 മിനിറ്റ് നമുക്ക് ഗ്യാസിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞ് ഒരൊറ്റ വെട്ടുകൊണ്ട് തന്നെ ഇതിങ്ങനെ അടർന്നു വരും. ഇനി നമുക്ക് ഈ ഒരു തേങ്ങ ചുട്ടെടുക്കണം. നിങ്ങൾ അടുപ്പുണ്ടെങ്കിൽ അടുപ്പിൽ മസ്റ്റായിട്ടും ചെയ്യാം കേട്ടോ. ഈ ഗ്യാസിൽ ചെയ്യുന്ന അത്ര ഹെൽത്തി ഒന്നും അല്ല, പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. പപ്പടം കുത്തിയിൽ കോർത്തിട്ട് നമുക്ക് എല്ലാം ചുട്ടെടുത്ത് ഇതിനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ചതച്ച ആ ഒരു ഉള്ളി മിക്സ്ചർ ചേർത്ത് കൊടുത്ത് ഇളക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും പെരിഞ്ജീരകം പൊടിച്ചതും ഗരം മസാലയും ഉപ്പും ചേർക്കുക. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലൊട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. കുറച്ച് ചില്ലി ഫ്ലേക്സും ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തിട്ട് എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ ഒരുപാട് വെള്ളം ഇറങ്ങി ഇതിൻ്റെ ടെക്സ്ചർ മാറും. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ റെഡിയായി. ഒരുപാട് നാളായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച റെസിപ്പിയാണ്. സംഭവം കിഡിലോസ്കിയാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.